അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് 23. മിഷ്കാത്ത് എന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ ദർസ് 23-ാം ഭാഗം. ബാബു ഫളിൽ ഫുഖറാഇ. ഹദീസ് നമ്പർ 23. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم لقد أخفت في الله وما يخاف أحد ولقد أوذيت وما يؤذي أحد. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ഉഖിഫ്തു ഫില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ, ആ ദീനിനെ പരസ്യമാക്കുന്ന വിഷയത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തപ്പെട്ടു. ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്നെ ഭീഷണിപ്പെടുത്തിയതുപോലെ ഒരാളെയും ഭീഷണിപ്പെടുത്തപ്പെടുകയില്ല. കാരണം ഒന്ന് ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് വലിയ ഒരു ഭീഷണിയാണ് ഞാൻ നേരിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലക്കത് ഊദീതു, എന്നെ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ കൗല് കൊണ്ടുള്ള ഭീഷണിയാണ് ആദ്യം പറഞ്ഞത്. ഊദീതു എന്ന് പറഞ്ഞാൽ പ്രവർത്തനം കൊണ്ട് തന്നെ എന്നെ ആക്രമിച്ചിട്ടുണ്ട്. ഫില്ലാഹി, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ. വമാ യുഉദി അഹദുൻ, മറ്റൊരാളെയും ആക്രമിക്കപ്പെട്ടില്ല. കാരണം ഇസ്ലാമിനെ ആ സമയത്ത് പരസ്യപ്പെടുത്തുമ്പോൾ ഐ കുന്തു വഹീദൻ, ഞാൻ മാത്രമായിരുന്നു. വലഖദ് അതത് അലിയ സലാസൂന, 30ഓളം ദിവസം, മിൻബൈനി ലൈലത്തിൻ വയൗമിൻ, രാത്രിയും പകലുമായി 30 എണ്ണം എനിക്ക് കടന്നു പോയിട്ടുണ്ട്, 30 ദിവസത്തോളം. ഒമാലി, എനിക്കില്ല, വലി ബിലാലിൻ, എന്റെ കൂടെയുള്ള ബിലാലിനുമില്ല, ത്വആമുൻ, ഭക്ഷണം, യഅ്കുലുഹു ദൂ കബദിൻ, ജീവനുള്ള ഒരു മനുഷ്യനിക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഇല്ലാ ശൈഉൻ, ഒരൽപ്പം ഭക്ഷണമല്ലാതെ, യുവാരിഹി ഇബ്തു ബിലാലിൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷത്തിന്റെ ചുവട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരൽപ്പം ഭക്ഷണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരൽപ്പം ഭക്ഷണം കൊണ്ട് രാത്രിയും പകലുമായി 30ഓളം രാത്രിയും പകലും ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ആദ്യകാലത്ത്, ഇസ്ലാമിന്റെ പ്രചരണത്തിന്റെ സമയത്തെ വിവരിച്ചുകൊണ്ട് പറയുന്ന ഹദീസാണ്. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ബഹുമാനപ്പെട്ട തുർമുദി ഇമാമു തന്നെ പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഹദീസിന്റെ മഅന, ഈന ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിബൻ മിൻ മക്കത്ത, മക്കയിലുള്ള ശത്രുക്കൾ അവിടുത്തെ പീഡനം ശക്തിയായപ്പോൾ തായിഫിലേക്ക് പോവുകയുണ്ടായി. ആ സമയത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായത്. ഇന്നമാ കാന മാ ബിലാലിൻ മിന ത്വആമി മാ യഅമിലു തഹ്ത ഇബ്തിഹി, അവിടെ കക്ഷത്തിന്റെ താഴെ ഒരു
സഞ്ചിയുണ്ടാക്കി അതിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണം മാത്രമായിരുന്നു, വളരെ ചെറിയ ഒരല്പം ഭക്ഷണം. അതുകൊണ്ട് ഒരു മാസത്തോളം തായിഫിലേക്കുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയുമായി കഴിച്ചുകൂട്ടിയ വളരെ പ്രയാസമുള്ള സന്ദർഭമാണ് ഈ ഹദീസിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. 24-ാമത്തെ ഹദീസ്. وعن أبي طلحة رضي الله عنه. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറയുകയാണ്, ശകൗനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് പരാതി പറഞ്ഞു. അൽ ജൂഅ, വിശപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പരാതിപ്പെട്ടു. ഫറഫഅനാ അൻ ബുതൂനിനാ, അങ്ങനെ വിശപ്പിന്റെ ശക്തി കൊണ്ട് ഞങ്ങളുടെ വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിരുന്നു. ഞങ്ങള് എല്ലാവരും ഈ കല്ല് കെട്ടിയത് ഉയർത്തി കാണിച്ചു കൊടുത്തു. അൻ ഹജരിൻ ഹജരിൻ, ഓരോ കല്ല് ഓരോരുത്തരുടെയും വയറ്റത്ത് വെച്ച് കെട്ടിയത്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ. ഫറഫഅ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വയറുയർത്തി, വയറിൽ നിന്ന് വസ്ത്രം ഉയർത്തി കാണിച്ചു. ഹജറൈനി, 2 കല്ലായിരുന്നു വെച്ച് കെട്ടിയിരുന്നത്. റവാഹു തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഖാല ഹദാ ഹദീസുൻ ഗരീബുൻ എന്ന് മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. 25-ാമത്തെ ഹദീസ്. ബഹുമാനപ്പെട്ട സഹാബ കിറാം വിശന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ ഇരിക്കുമ്പോൾ ഫഅഅതാഹും, വിശന്നുകൊണ്ട് ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ഫഅഅതാഹും റസൂലുള്ളാഹി, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി തംറത്തൻ, ഓരോരുത്തർക്ക് ഓരോ കാരക്കകൾ നൽകി. അതല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. വകാനു 400 ആളുകൾ ഉണ്ടായിരുന്നു അവര് എന്ന് മറ്റേ ഹദീസിൽ കാണാൻ സാധിക്കും. 26-ാമത്തെ ഹദീസ്. وعن عمرو بن شعيب عن أبيه عن جده. അംർ ഇബ്നു ശുഐബ് എന്നവരിൽ നിന്ന് നിവേദനം, അവര് പിതാവിൽ നിന്ന്, പിതാമഹനിൽ നിന്ന്, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്തു. ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ലത്താനി, 2 കാര്യങ്ങൾ, മൻ കാനത ഫീഹി, ഈ 2 കാര്യങ്ങളിൽ ആരെങ്കിലും ഉണ്ടായാൽ, ഇനി പറയാൻ പോകുന്ന 2 കാര്യം ഏതെങ്കിലും ഒരാളിൽ ഉണ്ടായാൽ, കതബഹുല്ലാഹു സ്വാബിറൻ ഷാക്കിറൻ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാബിറായിട്ട് എഴുതും, ക്ഷമാശീലനായിട്ട്, ഷാക്കിറൻ, നന്ദിയുള്ളവനായിട്ട്. 1, മൻ നളറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ ഫൗഖഹു, ദീനിന്റെ കാര്യത്തിൽ നമ്മേക്കാൾ മേലെയുള്ള ഒരാളിലേക്ക് നോക്കിയ, നമ്മേക്കാൾ മേലെ എന്ന് പറഞ്ഞാൽ ഉയർത്തോടെ ഉള്ള എന്നല്ല, നാം ചെയ്യുന്നതിലേറെ ദീനീ രംഗത്ത് ഇബാദത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനെ നോക്കിയിട്ട് അവരോട് തുടർന്നുകൊണ്ട് നമ്മുടെ ആരാധന കുറച്ചുകൂടി വർദ്ധിപ്പിച്ചാൽ, ദുന്യാവിന്റെ കാര്യത്തിൽ ഇവനേക്കാൾ താഴെയുള്ളവനിലേക്ക് നോക്കിയാൽ, എനിക്ക് ലഭിച്ച അത്രയും ധനം ലഭിക്കാത്ത ഒരു പാവപ്പെട്ടവനിലേക്ക് നോക്കിയാൽ, എന്നിട്ട് അവനേക്കാൾ അള്ളാഹു ഇവനിക്ക് ശ്രേഷ്ഠത നൽകിയത് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ, നമ്മേക്കാൾ ദാരിദ്ര്യമുള്ള ഒരാളിലേക്ക് നോക്കിയിട്ട്
നമുക്ക് അവരെക്കാൾ അള്ളാഹു ധനം തന്നല്ലോ എന്നോർത്ത് അള്ളാഹുവിനെ സ്തുതിച്ചാൽ കതബഹുല്ലാഹു അവനെ അള്ളാഹു എഴുതും ശാകിറൻ സ്വാബിറാ അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യുന്നവനും ക്ഷമിക്കുന്നവനുമായിട്ട് അവന്റെ പേരിനെ എഴുതുന്നതാണ്. ഓമൻ നളറ ഫീ ദീനിഹി ഒരാൾ അവന്റെ ദീനിൽ നോക്കിയാൽ ഇലാ മൻ ഹുവ ദൂനഹു അവനേക്കാൾ താഴുള്ളവനിലേക്ക് നോക്കി, ഇവന് ചെയ്യുന്ന അത്രയും ഇബാദത്ത് ചെയ്യാത്ത ഒരു മനുഷ്യനിലേക്ക് നോക്കിയിട്ട് ഞാൻ നല്ല ഇബാദത്തുള്ള ആളാണ്, അവനെക്കാൾ ഉഷാറാണ് എന്ന് മനസ്സിലാക്കിയ ഇവന്റെ ദുന്യാവിന്റെ കാര്യത്തിൽ അവൻ നോക്കി ഇവനേക്കാൾ സമ്പത്തുള്ളവനിലേക്ക് നോക്കി, ഇവനേക്കാൾ കൂടുതൽ മുതലുള്ളവനിലേക്ക് നോക്കിയിട്ട് അവൻ ദുഃഖിച്ചു. ധനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ മേലിൽ ഖേദിച്ചു, അത്രയും ധനം എനിക്കല്ല തന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് ദുഃഖിച്ചാൽ അവനെ അല്ലാഹു നന്ദി കാണിച്ചവനും ക്ഷമയുള്ളവനുമായി എഴുതുകയില്ല. റവാഹു തുർമുദിയോ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൽ ഫസ്ലു സാലിസ് മൂന്നാമത്തെ ഫസ്ൽ 27ാമത്തെ ഹദീസ്. وعن أبي عبد الرحمن الهبلي رضي الله عنه അബൂ അബ്ദുറഹ്മാൻ ലുബ്ലി എന്നവരിൽ നിന്ന് നിവേദനം അവർ പറയുകയാണ്, സമയത്തു ഞാൻ കേട്ടു അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ വസഅലഹു റജുലുൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു പുരുഷൻ ചോദിച്ചു, അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ നമ്മൾ മുഹാജിരീങ്ങളിൽപ്പെട്ട ഫുഖറാക്കളിൽപ്പെട്ട ദരിദ്രരിൽപ്പെട്ട ആളുകളല്ലേ നമ്മൾ, അപ്പൊ നമുക്ക് വലിയ സ്ഥാനമില്ലേ, മഹത്വമില്ലേ, പുണ്യമില്ലേ എന്ന ഉദ്ദേശത്തിലാണ് ചോദിച്ചത്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആ ചോദിച്ച മനുഷ്യനോട് ചോദിച്ചു, അലക ഇംറഅത്തുൻ തഅവീലഹ നിനക്ക് ഭാര്യയുണ്ടോ, ആ ഭാര്യയിലേക്ക് നീ അഭയം തേടും അങ്ങനെ ഒരു ഭാര്യ? ഖാല നഅം അതെ ഉണ്ട്. ഖാല അലക മസ്കനുൻ തസ്കുനു നിനക്ക് താമസിക്കാൻ ഒരു വീടുണ്ടോ? ഖാല അദ്ദേഹം പറഞ്ഞു നഅം എനിക്കൊരു വീടുണ്ട്. ഫഅൻത മിനൽ അഗ്നിയാ അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നീ ധനികരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ഫഖീറല്ല. ഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ലീ ഖാദിമൻ എനിക്ക് ഭാര്യയും വീടും മാത്രമല്ല എനിക്കൊരു ഖാദിമുണ്ട്, വീട്ടിൽ ജോലി ചെയ്യാൻ ഒരാളുണ്ട്. ഖാല അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅൻത മിനൽ മുലൂക്കി എന്നാൽ നീ രാജാക്കന്മാരിൽപ്പെട്ടവനാണ്. അബ്ദുറഹ്മാൻ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുറഹ്മാൻ എന്നവര് പറയുകയാണ്, മൂന്ന് ആളുകൾ വന്നു അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക്. ഞാൻ അവരുടെ അരികെ ഉണ്ടായിരുന്നു. അവര് ചോദിച്ചു, അബൂ മുഹമ്മദ് അവര് പറയുകയാണ്, അബാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അബൂ മുഹമ്മദ്, മുഹമ്മദ് എന്നൊരു കുട്ടി ഉണ്ടാവുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. തീർച്ചയായും ഞങ്ങൾ വല്ലാഹി അല്ലാഹനെ തന്നെ സത്യം നഖ്ദിറു അലാ ഷൈഇൻ ഒരു ജോലിയും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. വലാ നഫഖത്തിൻ ചിലവിന് വേറെ മറ്റു മാർഗങ്ങളും ഞങ്ങൾക്കില്ല. വലാ ദാബത്തിൻ യുദ്ധം ചെയ്യാൻ അതിനെ വാഹനമായി ഉപയോഗിക്കാൻ മൃഗവുമില്ല. വലാ മതാഇൻ വിൽക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും തന്നെ വീട്ടിലില്ല എന്ന് പറഞ്ഞു പരാതി പറയുകയാണ്. ഫഖാല ലഹും അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മാ ശിഅ്തും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്?
ഇൻ ശിഅ്തും റജഅ്തും ഇലൈന, എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വരൂ. ഫഅതൈനാകും മാ യസ്സറല്ലാഹു ലക്കും, അല്ലാഹു എനിക്ക് എളുപ്പമാക്കി തന്നത് നിങ്ങൾക്ക് ഞാൻ തരാം. വഇൻ ശിഅ്തും ദക്കർന അംറകും ലിസുൽത്താൻ, ഇവിടുത്തെ ഭരണാധികാരിയോട് നിങ്ങളുടെ കാര്യം പറയണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പറയാം, ഞാൻ പറയാം. വൈശുത്തും, ഇനി അതും ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വൈശുത്തും നിങ്ങൾ ഉദ്ദേശിച്ചാൽ സ്വബർത്തും, നിങ്ങൾ ഈ പ്രയാസങ്ങളുടെ മേലൊക്കെ ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടിട്ടുണ്ട്. യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഫുഖറാ അൽ മുഹാജിരീന, തീർച്ചയായും മുഹാജിരീങ്ങളിൽപ്പെട്ട ദരിദ്രരായ ആളുകൾ, യസ്ബഖൂനൽ അഗ്നിയാ, ധനികരുടെ മുമ്പ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്, ബി 40 ഖരീഫ, 40 കൊല്ലം മുമ്പ്. അത് കേട്ടപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഫഇന്നാ നസ്ബിർ, എന്നാൽ ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ലാ നസ്അലു ശൈആ, ഒന്നും തന്നെ ഞങ്ങൾ ചോദിക്കുന്നില്ല. റവാഹു മുസ്ലിം. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളുടെ ജീവിത പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ട് വളരെ ക്ഷമയോടുകൂടെ ജീവിച്ച് ഇബാദത്ത് ചെയ്യാൻ നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവർ, അവിടൊക്കെ ഖബർ അല്ലാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കട്ടെ. അവരുടെയും നമ്മുടെയും ദോഷങ്ങൾ അല്ലാഹു പൊറുക്കട്ടെ. വിജയികളിൽ നമ്മെയും അവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മളുടെ ഈ ചാനലിൽ അംഗങ്ങളായ അനേകം ആളുകളുണ്ട്. അവരെ പല പ്രയാസങ്ങളിൽ കമന്റ് മുഖേന അറിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു നീക്കി സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.